അന്ന് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് കൽഭരണികളിൽ നിറഞ്ഞു തുളുമ്പിയ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയ യേശുനാഥൻ ആ കുടുംബത്തിൽ ആനന്ദത്തിൻ്റെ ലഹരി പകർന്നു നൽകി. ഇന്ന് ലോകത്തിൻ്റെ ലഹരി തേടി ജീവിത വ്യഗ്രതയോടെ അലയുന്ന വ്യക്തിജീവിതങ്ങളും കുടുംബങ്ങളും അവരുടെ ഹൃദയത്തിൽ സ്വർഗത്തിൻ്റെ ലഹരി നിറയ്ക്കാൻ ദൈവവചനം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കൽഭരണികളായി ചില അമൂല്യ ജീവിതങ്ങൾ. ഒരിക്കൽ ലോകത്തിൻ്റെ ലഹരി പകർന്നു നൽകിയിരുന്ന അവരുടെ ജീവിതങ്ങൾ ഇന്ന് യേശുവിൻ്റെ വചനം വിളമ്പുന്ന കൽഭരണികളായി മാറിയിരിക്കുന്നു. ഈ കൊച്ചു വീട് ചാക്കോയുടെ മനസ്സിൽ എന്നുമുണ്ട്. ബാല്യത്തിൽ ഈ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്നാണ് കൊച്ചു ചാക്കോയ്ക്ക് അവൻ്റെ അമ്മ വിശുദ്ധരുടെ ജീവിതകഥകൾ പറഞ്ഞു കൊടുക്കുകയും അവനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തത്. അമ്മയുടെ നല്ല മകനായി കൊച്ചു ചാക്കോ ജീവിച്ചു പോന്നു. ഇടവക ദേവാലയത്തിൻ്റെ പടികൾ കയറി വന്ന് അൾത്താരയിലുള്ള മാതാവിൻ്റെ രൂപത്തിനു മുൻപിൽ നിന്ന് എന്നെ ഒരു വിശുദ്ധനാക്കണേ മാതാവേ എന്നവൻ പ്രാർത്ഥിച്ചിരുന്നു. ബാല്യത്തിൽ ദേവാലയത്തിൻ്റെ പടികൾ കയറിയിറങ്ങിയ അവൻ്റെ പാദങ്ങൾക്ക് കൗമാരത്തിൽ എങ്ങനെ ദിശ തെറ്റി? പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ആ ദേവാലയത്തിൻ്റെ പടികൾ കയറി മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ ഭൂതകാലത്തേക്കൊരു തിരിഞ്ഞുനോട്ടം. സ്വന്തം വീഴ്ചകളെ നന്മയാക്കി രൂപാന്തരപ്പെടുത്തിയവൻ്റെ മുമ്പിൽ ഒരു നന്ദി പ്രകാശനം. നാലു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വയനാട്ടിലെ നടവയലിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി കർണാടകയിലെ ഷിമോഗ ജില്ലയിലുള്ള നാഗവള്ളി എന്ന ഗ്രാമത്തിലേക്ക് കുടുംബസമേതം ചാക്കോ കടന്നു വന്നു. ജീവിതത്തിൽ പുതിയ ചില സ്വപ്നങ്ങൾ, പുതിയ ദേശം, വ്യത്യസ്തരായ മനുഷ്യർ, വിവിധതരം ഭാഷകൾ. ചാക്കോയുടെ ജീവിതവേദിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രംഗങ്ങൾ രചിക്കപ്പെട്ടത് ഈ കൊച്ചു ഗ്രാമത്തിലായിരുന്നു.
ಬಿಸಿಲಲಿ ತಂಪಿನ ಹೊತ್ತಲಿ ಹಂತಿಯ ಪದಗಳ ಹಾಡ್ಯಾವ್ರೆ ಹಳ್ಳಿಗೆ ಸಂತಸ ತುಂಬುತ್ತಾರೆ ನಮ್ಮ ಹಳ್ಳಿಗೆ ಆನಂದ ನೀಡುತ್ತಾರೆ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿದೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಸುಗ್ಗಿಕಾಲ ಹಿಗ್ಗಿ ಬಂದಿತೋ ನಮ್ಮ ಬಾಳಿನಲ್ಲಿ ಭಾಗ್ಯ ತಂದಿತೋ ಜಗ್ಗು ನಕ್ಕು ನಕ್ಕು ಜಗ್ಗು ಜಗ್ಗು ನಕ್ಕು ನ 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 ಜಗ್ಗು ನಕ್ಕು ನಕ್ಕು ಜಗ್ಗು എൻ്റെ പേര് ചാക്കോ മാത്തൂര്. കേരളത്തിൽ വയനാട്ടിൽ നടുവിൽ സെൻറ് തോമസ് ഇടവയിലാണ് എൻ്റെ വീട്. എൻ്റെ മാതാപിതാക്കൾ 6 സഹോദരങ്ങളുണ്ടായിരുന്നു. 2 പേര് മരിച്ചുപോയി. ബാക്കി ഇപ്പോൾ 2 സഹോദരന്മാരും ഒരു സഹോദരിയുമുണ്ട്. അവർ കുടുംബജീവിതം നയിക്കുന്നു. ചെറുപ്പകാലം മുതൽ 15 വയസ്സ് വരെ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. പള്ളിയിലൊക്കെ പോവുകയും നൊവേനയ്ക്ക് പോവുകയും എല്ലാ ശനിയാഴ്ചകളിലും പ്രാർത്ഥനയിൽ നന്നായിട്ട് പങ്കുചേർന്നിരുന്നു. 15 വയസ്സ് ആ കാലഘട്ടങ്ങളിൽ എൻ്റെ കുടുംബത്തിലുള്ള പ്രായമായിട്ടുള്ള വല്യമ്മമാരൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പം ഞാൻ ഈ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കും ഒരു വിശുദ്ധനാകണമെന്ന വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 15 വയസ്സ് വരെ എൻ്റെ വിദ്യാഭ്യാസം അങ്ങനെ 5-5 ക്ലാസ് വരെ ഞാൻ പോയി. പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അതിനുശേഷം വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു. ഈ പണിക്കാർ കഞ്ചാവ് വലിക്കുന്നവരും മദ്യം കഴിക്കുന്നവരുമായിരുന്നു. അപ്പോൾ അവർക്ക് ഈ കഞ്ചാവ് വീടി മേടിച്ചു കൊടുക്കണം, ചാരായം വാങ്ങിക്കൊടുക്കണം. അങ്ങനെ അവർ ഇത് കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 19 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിദ്യാഭ്യാസം നിർത്തി. 19 വയസ്സ് മുതൽ 21 വയസ്സ് വരെ വീട്ടിൽ ചാച്ചൻ ചാരായ ഷാപ്പും കള്ള് ഷാപ്പും നടത്തി. അങ്ങനെ ഞാനത് വിൽക്കാനായി എന്നെ ഏൽപ്പിച്ചു. ഞാനത് വിറ്റുകൊണ്ടിരുന്നു. ആ സമയം ഈ പ്രായമായിട്ടുള്ള വലിയ ആൾക്കാർ വരുമ്പോൾ അവരെനിക്ക് കള്ളും ചാരായം കൂടെ കൂട്ടി കലർത്തി തരുമായിരുന്നു. ഞാൻ ആദ്യമൊന്നും കുടിച്ചിരുന്നില്ലെങ്കിൽ കുടിക്കുന്ന മനുഷ്യരോട് വളരെ വെറുപ്പായിരുന്നു. ചാച്ചൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഈ കാരണവന്മാർ ഈ പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ഊറ്റി തന്നു. പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഞാനും ഇത് കുടിച്ച് അങ്ങനെ 21 വയസ്സായപ്പോഴത്തേനും ഞാൻ 2 കൊല്ലം ഇത് ഷാപ്പ് നടത്തി. അവനെ അവിടുന്ന് ആ ഷാപ്പ് നിർത്തി. അത് കഴിഞ്ഞ ശേഷം 21 വയസ്സ് കഴിഞ്ഞപ്പോൾ വിവാഹിതനായി. അങ്ങനെ വീണ്ടും കുടി തുടങ്ങി. 24-ാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു വിറയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ശരീരത്തിന് മദ്യം കുടിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ കാലഘട്ടത്തിലായി. അപ്പോൾ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുണ്ടായി. അപ്പോൾ ഈ കൊച്ചിന് അപ്പനില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും എന്നതുകൊണ്ട് വേറെ ആളെന്നോട് കർണാടകത്തിൽ ഇങ്ങനെ സ്ഥലമുണ്ട് ഷിമുഗായിൽ, നമുക്കവിടെ പോയാൽ നല്ല കാലാവസ്ഥയാണ്, നല്ല ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഈ കൊച്ചിന് ഞാൻ ഭാര്യയ്ക്ക് ഞാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഞാൻ അവിടുന്ന് ഷിമുഗായ്ക്ക് കുടിയേറി. ഷിമുഗായിൽ വന്ന് കുറേ സ്ഥലം കിട്ടി. ആ സ്ഥലത്ത് നന്നായി കൃഷി ചെയ്തു. ഭാര്യ നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഞാൻ ഈ പണിയെടുക്കാനായിട്ട് പുറകോട്ടായിരുന്നു. ആ സമയത്തും പണിയെടുത്ത് കൃഷി ചെയ്ത് നന്നായിട്ട് വരുമാനം ഉണ്ടായി. 1.5 മാസം കൂടുമ്പോൾ 12,000 രൂപ വെച്ച് കിട്ടുമായിരുന്നു. ആ കാലഘട്ടത്തിൽ വയനാട്ടിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ 23 രൂപ മാത്രമേ വണ്ടിക്കൂലി ഉണ്ടായിരുന്നുള്ളൂ. അരിക്ക് 3 രൂപ വിലയുണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം പൈസയൊക്കെ കിട്ടിയിരുന്നെങ്കിലും കുടുംബം വളരെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടാണ് പോയത്. കാരണം മദ്യം കുടിക്കുമ്പോൾ ബോധം നഷ്ടപ്പെടുന്നു. എന്ത് ചെയ്യണമെന്നോ എന്ത് കാണിക്കുന്നെന്നോ ഒന്നും അറിവില്ല. ബോധമില്ലാത്ത അബോധാവസ്ഥയിലായിരുന്നു. അതിനുശേഷം വീണ്ടും ഷാപ്പ് നടത്തി. ആദ്യം നടത്തിയ ഷാപ്പ് അതുപോലെ തന്നെ വീണ്ടും കർണാടകത്തിൽ ഇവിടെ താമസിക്കുന്ന ഈ ഇടവകയിൽ 4 കൊല്ലം ഷാപ്പ് നടത്തിയപ്പോൾ ഭയങ്കര അഹങ്കാരം കൂടി. ഷാപ്പിൻ്റെ മാനേജർമാർ അവരൊക്കെ വരുന്നത്
4 വണ്ടി വന്നാൽ അതിനകത്ത് ഒരു വണ്ടി ഒരു പോലീസുകാരനും ബാക്കി ഗുണ്ടകളുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വളരെ അഹങ്കാരം കൂടി മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആളാണെന്നൊരു ഭാവമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കള്ളു കുടിച്ച് ഈ ഷാപ്പ് നടത്തുമ്പോൾ നമ്മുടെ ഷാപ്പിലെ ചാരായം തീരുമ്പോൾ ഇത് കുടിക്കുവാൻ വേണ്ടി എവിടെ കിട്ടുന്നോ അവിടം വരെ പോകുമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം പോയിട്ട് 50 കിലോമീറ്റർ കാർഗല്ലെന്ന് പറയുന്ന സ്ഥലത്ത് പോയി തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ വണ്ടി കിട്ടാതെ നടന്നു പോന്നിട്ടുണ്ട് പല പ്രാവശ്യങ്ങളും. അങ്ങനെ ഈ ശരിയായ ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യബോധമില്ലാതെ വഴിതെറ്റി അലഞ്ഞ ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ സമാധാനമില്ല, ശാന്തിയില്ല, പ്രാർത്ഥനയില്ല. ആ കാലഘട്ടത്തിലും പിള്ളേരെ കൂട്ടി വീണ്ടും രണ്ടാമത്തെ കൊച്ചുണ്ടായി. ഭാര്യ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പറഞ്ഞു വിടുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാതാവെന്ന് വിളിക്കുമ്പോൾ എനിക്കത് ആ പേര് കേൾക്കുമ്പോൾ ഭയങ്കര കലിയായിരുന്നു. അങ്ങനെ ഉറക്കോളിയും ചാരായം കൂടെ കുടിച്ചാലും എനിക്ക് ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലെത്തി. ഉറക്കോളിയും ചാരായം കഴിക്കുകയും കഞ്ചാവും എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്കും ഞാൻ അടിമയായി പോയിരുന്നു. നിവൃത്തിയില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇടവകയിലെ അച്ഛനും എമ്മാനുവൽ അച്ഛനെന്ന് പറയുന്ന അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛന് എവാഞ്ചലിസ്റ്റ് അങ്ങനെ സിസ്റ്റേഴ്സ് DSS സിസ്റ്റേഴ്സ് അവരൊക്കെ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് മേരി. എൻ്റെ വീട് കല്ലോടിയിലാണ്. എൻ്റെ വീട്ടുപേര് മേഖല. ഞങ്ങൾ 1974 കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ചും ഭർത്താവും കുടിക്കുന്നുണ്ട്. ആ കുടി കഴിഞ്ഞ വെച്ചാൽ അവിടെ പല പ്രശ്നങ്ങളുണ്ടായി. അവിടുന്ന് ഞങ്ങൾ സ്ഥലം വിറ്റ് ഇങ്ങോട്ട് പോന്നു. ഷിമുഗായിക്ക് കയറി. ഷിമുഗായിൽ വന്നു കഴിഞ്ഞപ്പോഴും അവിടെയും കുടിയാർന്നു. അത് കഴിഞ്ഞ് ഉണ്ടായിരുന്ന സ്ഥലം വിറ്റേച്ച് വേറെ സ്ഥലം എടുത്താണ് പിന്നെ ഷാപ്പ് തുടങ്ങിയത്. ആ ഷാപ്പ് തുടങ്ങിയാലും ഭയങ്കര കുടിയൊക്കെ ആയിരുന്നു. എന്നാൽ ഞാൻ മക്കളോട് പറയും, നമ്മുടെ സ്ഥലം വിറ്റാലും പോയാലും നിങ്ങൾ ഈ സ്വത്തും മുതലും നോക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് മക്കളെ കൊണ്ട് പ്രാർത്ഥിക്കും. ദിവസവും പള്ളിയിൽ വിടും. ദിവസവും പള്ളിയിലും പോയി പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ ഒരു മാസത്തിൽ ഒരു കുർബാന വെച്ച് മാതാവിന് ചൊല്ലിക്കുമായിരുന്നു, പപ്പയുടെ കുടിയൊന്ന് മാറി കിട്ടാൻ വേണ്ടി. ഞാൻ ചാക്കോ ചേട്ടൻ്റെ രണ്ടാമത്തെ മകൻ, ഫാദർ വിനോജ് മാത്തൂർ ചാക്കോ MCBS. എൻ്റെ ചെറുപ്പകാലം ഒത്തിരിയേറെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിൻ്റെയും ഒരു കാലഘട്ടമായിരുന്നു. പപ്പയുടെ മദ്യപാനവും ബിസിനസ്സും ഒക്കെ ഒത്തിരിയേറെ രാത്രികളിൽ ഉറക്കമില്ലാത്ത രാത്രികളായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ പപ്പയുടെ കുടിയൊന്ന് മാറ്റിത്തരണേ, ഈ മദ്യവ്യവസായം ഒന്ന് നിർത്തണമെന്നൊക്കെ ഉള്ളത്. പപ്പയുടെ കൂടെ മറ്റുള്ളവരൊക്കെ കുടിക്കുമ്പം അത് ഞങ്ങൾക്ക് ഏറെ വിഷമമുള്ള കാര്യമാണ്. മക്കൾ കടയിലൊക്കെ പോയി ഇരിക്കും. അപ്പം ഈ മദ്യം മേടിക്കാനായിട്ട് വരുന്നവർക്കൊക്കെ ഞാൻ പലപ്പോഴും അവർ കുടിച്ച് പൂസാകാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം വെള്ളമൊക്കെ ചേർത്ത് അവർക്ക് കൊടുക്കും. അവരെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അതൊക്കെ ഛർദ്ദിപ്പിച്ച് കളയാനായിട്ട്. ഞാൻ കുഞ്ഞായിരുന്നത് കൊണ്ട് അവരാരും എന്നോട് ഒത്തിരിയേറെ കഠിനമായിട്ട് ചൂടാകില്ലായിരുന്നു എന്ന് മാത്രം. അങ്ങനെയൊക്കെ ഞാൻ പപ്പയുടെ മദ്യപാനത്തെയൊക്കെ നിർത്താനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയും മക്കളും ഒക്കെ ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാലാകാലങ്ങളിലൂടെ ഈ ഇടവകയിൽ വന്നിരുന്ന MCBS സഭയിലെ വൈദികർ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. DSS സഭാ സമൂഹത്തിലെ മുഴുവൻ സിസ്റ്റേഴ്സും നന്നായി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മറ്റു അനേകം വ്യക്തികൾ, എൻ്റെ അമ്മ, എൻ്റെ കുടുംബത്തിലെ സഹോദരങ്ങൾ, മറ്റുള്ളവരൊക്കെയും ബന്ധുമിത്രാദികൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലിങ്ങനെ കുടിച്ച് അബോധാവസ്ഥയിൽ ഒരു ടൗണുണ്ട്, ഭട്കൾ എന്ന് പറയും. ഇവിടുന്ന് 28 കിലോമീറ്ററാണ്. ഈ 28-30 കിലോമീറ്ററാണ് ദൂരം. ഞാൻ കുടിച്ച് പൂസായി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസ് പുതിയടത്ത് അച്ഛനും എവാഞ്ചലിസ്റ്റും മറ്റ് സിസ്റ്റേഴ്സും കൂടി അവർ ടൗണിൽ പോയിട്ട് വരുന്ന വഴിക്ക് എന്നെ ഭട്കൾ ടൗണിൽ സർക്കിളിൽ നിന്ന് കണ്ടു. ഞാൻ വളരെയധികം പൂസായി കാലേ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവരെന്നെ വിളിച്ച് വണ്ടിയെ കയറ്റി. ഞാൻ ആ വണ്ടിയിലിരുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്ററെ ഇവിടം വരെ തെറി പറയുകയും അവരുടെ സാരിയിലും മേത്തൊക്കെ തുപ്പുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നെ ഇറക്കി വിട്ടില്ല. അതൊക്കെ വലിയൊരു ദൈവാനുഗ്രഹം. അവരിൽ ആ നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ അതിരുകളില്ലാത്ത, വ്യവസ്ഥകളില്ലാത്ത ഒരു സ്നേഹം ആണ് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ദൈവം ഇപ്രകാരം വൈദികരിലൂടെ, സന്യസ്തരിലൂടെ, എൻ്റെ ഇടവകയിലെ ജനത്തിലൂടെയൊക്കെ എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ
ജീവിത പങ്കാളിയുടെ മക്കളിലൂടെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്ന ആ ഒരു സത്യം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഞാൻ അത്തരത്തിൽ അസഹ്യമായ തെറി പറയുകയും അവരെ ഇങ്ങനെ ദ്രോഹിക്കുകയുമൊക്കെ ചെയ്തപ്പോഴും അവരെന്നെ ഇറക്കി വിട്ടില്ല. എൻ്റെ വീടിൻ്റെ പടിക്കൽ കൊണ്ട് എന്നെ ഇറക്കി വിട്ടു. ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത സ്നേഹമാണെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പല പ്രാവശ്യവും ഞാൻ കുടിച്ച് പൂസായി നിൽക്കുമ്പോൾ, അബോധാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ ബഹുമാനപ്പെട്ട ഇവാഞ്ചലിസ്റ്റ് സിസ്റ്റർ എന്നെ കൈക്ക് പിടിച്ച്, വാ കുഞ്ഞുഞ്ഞേട്ടാ ഇങ്ങോട്ട് ഒരു ഞാനാ പറയുന്നത് എന്ന് എന്നോട് പറഞ്ഞ് എൻ്റെ കയ്യെ പിടിച്ച് വീട്ടിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് മേരോട് പറയും, ചേർത്ത് ഇഞ്ഞും വിടണ്ട കേട്ടോ എന്ന് പറയും. പക്ഷേ അങ്ങനെയൊക്കെ ഒരു അമ്മയുടെ സ്നേഹം, ഒരു ആധികാരികമായിട്ടുള്ള ഒരു സ്വരം, ആ സ്വരത്തിൻ്റെയൊക്കെ മുന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളായിരുന്നു, അവിടുത്തെ വാക്കുകളായിരുന്നു എന്നൊന്നും ആ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒത്തിരി നാളുകൾ കടന്നുപോയി. അങ്ങനെ മടുത്ത ഒരു സാഹചര്യത്തിലാണ്, നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ധ്യാനം, കേരളത്തിൽ ഇങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടു. അങ്ങനെ 92 ഫെബ്രുവരി 22 പരിശുദ്ധമായ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് പോകുന്നത്. അന്ന് പോകുന്ന വഴിക്ക് ഭാര്യ വീട്ടിൽ പോയി എന്നെ ഷർട്ടൊക്കെ കുടിച്ച് പൂസായി കഴിഞ്ഞപ്പോൾ ഷർട്ടൊക്കെ വലിച്ചു കീറി. അപ്പോൾ അളിയനൊരു അച്ഛനുണ്ടായിരുന്നു, കപ്പൂച്ചിൻ സഭ അച്ഛൻ, ജോർജ് മേക്കര അച്ഛൻ. ആ അച്ഛൻ പറയടാ, നീ നിൻ്റെ കുടുംബവും നിൻ്റെ നാടും നന്നാവും, നീ പോയി ധ്യാനം കൂടിയിട്ട് വരാൻ പറഞ്ഞ് അച്ഛൻ അവസാനമായിട്ട് എന്നെ ഒരു ആശീർവാദമൊക്കെ തന്ന് രാവിലെ വിടുന്നു. പക്ഷേ എനിക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇനി രാവിലെ എനിക്ക് കാലേലും കയ്യേലും നിൽക്കത്തില്ല. എന്നാലും ശരി, ബസ് യാത്ര ചെയ്തു. നിലാവത്തെടുത്തിട്ട് അഴിച്ചുവിട്ട ഒരു കോഴിയുടെ മാതിരിയാണ് ഞാൻ പോകുന്നത്. എനിക്കൊന്നും തിരിയുന്നില്ല. അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 92 ഫെബ്രുവരി 22 ആ പരിശുദ്ധമായ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് ഒരത്ഭുതം കാണിച്ചെന്നാൽ ഞാൻ വിശ്വസിക്കാം, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ 10-18 കൊല്ലത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ധ്യാനം കൂടാൻ വേണ്ടി പോകാമെന്നും പറഞ്ഞ് ഇവിടെയുള്ള അച്ഛന്മാരും സിസ്റ്റർമാരും പറയുമായിരുന്നു കുടിക്കരുതെന്ന്. എന്നാലും അവർ പറയുന്നത് കേൾക്കില്ലാഞ്ഞു. പിന്നെ ഒരു അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ അച്ഛനോട് പറഞ്ഞു, ധ്യാനിക്കാൻ പോവാമെന്ന് പറയണ്ട, വേറെ എല്ലാത്തിനും ഒന്ന് പോകണേന്ന് പറഞ്ഞ് കൊണ്ടാവോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വേണ്ടിയാണ് ധ്യാനത്തിന് പോകുന്നത്. ധ്യാനത്തിന് പോകുമ്പോൾ എന്നോട് പടകൂടിയാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്, നിനക്കൊരു തൊഴിലില്ലാഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ധ്യാനത്തിന് പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ പേരപ്പന ഒരൊരു അച്ഛനുണ്ടായിരുന്നു, കപ്പൂച്ചൻ അച്ഛനാണ്, മേക്കര ജോർജ് മേക്കരയാണ്. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇവർ ധ്യാനത്തിന് പോലെ വീടും നന്നാവും ആ കരയും നന്നാവും, നിങ്ങൾ ധ്യാനം കൂടി വെച്ച് വന്നാലെന്ന് പറഞ്ഞു. പപ്പ ധ്യാനത്തിന് പോകുന്നതിന് ഒരു 2-3 ദിവസം മുമ്പ് എൻ്റെ അന്നത്തെ വികാരിയച്ഛനായിരുന്ന MCB സഭയിലെ എമ്മാനുവൽ വലക്കമറ്റത്തിലച്ഛൻ എന്നോട് സാക്രിസ്റ്റിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എടാ, നീ കരഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിൻ്റെ പപ്പ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ജീവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്ന് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് ഉള്ളുരുകി നെഞ്ചുപൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. തുടർന്നുള്ള 2-3 ദിവസം കണ്ണുനീരോടെയാണ് ഞാൻ, ചെറുപ്പമായിരുന്ന കുഞ്ഞായിരുന്ന ഞാൻ, കുർബാനയിൽ പങ്കെടുത്തത്. അതിനുശേഷമാണ് പപ്പ ധ്യാനത്തിന് പോകുന്നത്. ധ്യാനത്തിന് പപ്പ പോകുമ്പം ഞാനിവിടെ വീട്ടിൽ തന്നെയാണ്. ഞാൻ ധൈര്യപ്പെടുത്തി, ഞാനിവിടെ എൻ്റെ ഭക്ഷണമൊക്കെ ഞാൻ വെച്ച് കഴിച്ചോളാം, ഞാൻ തന്നെ ഇവിടെ ഇരുന്നോളാം. ചേട്ടായപ്പം ദൂരെ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്, ഹൈസ്കൂളിൽ. ഞാൻ തന്നെ ഇരുന്നു പ്രാർത്ഥനയോടെ ഇരുന്നു. ആ നാളുകൾ അനുഗ്രഹത്തിൻ്റെ നാളുകളായിട്ട് തീർന്നു. ഞാൻ ആ ധ്യാന കേന്ദ്രത്തിലോട്ട് കടന്നു ചെല്ലുമ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ആ രാത്രിയിൽ ഉറക്കുടിയും ചാരായും കഴിച്ചിട്ടും ഉറങ്ങാത്ത ഞാൻ ആ രാത്രിയിൽ വളരെ മനോഹരമായിട്ട് ഉറങ്ങി. 5 മണി വരെ കിടന്നുറങ്ങി. ഞാൻ അവിടുന്ന് ചോറ് തിന്നപ്പോൾ എനിക്ക് കല്ല് കടിച്ചില്ല. ഞാൻ എപ്പോൾ ചോറ് തിന്നാലും, എൻ്റെ ഭാര്യ വീട്ടിൽ പോയാലും പെങ്ങളുടെ അടുത്ത് പോയാലും എൻ്റെ ഭാര്യ നന്നോട്ട് പല പ്രാവശ്യം അരി അരിച്ചിടും. ഈ അരി ചോറിനകത്ത് മുഴുവനും കല്ലാണ്. ഞാനന്നേരം അതെല്ലാം എടുത്ത് എറിഞ്ഞിട്ട് പോയി വീണ്ടും കള്ള് കുടിക്കും, അങ്ങനത്തെ ചാരായം കുടിക്കും. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. പക്ഷേ ആ ചാരായ ധ്യാനകേന്ദ്രത്തിൽ കയറിയ അതേ നിമിഷം മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭക്ഷണത്തിനകത്ത് എനിക്ക് കല്ല് കിട്ടിയിട്ടില്ല. കർത്താവിൻ്റെ ആ
വചനം പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവർ രോഗികളായി തീർന്നു. എനിക്ക് ഒത്തിരിയേറെ രോഗാവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ ഒരു 3 ദിവസം വരെ എൻ്റെ ഭാര്യയെ തെറിയും പറഞ്ഞുകൊണ്ട് ആ ധ്യാന കേന്ദ്രത്തിനകത്ത് എൻ്റെ മീശയൊക്കെ പിരിച്ച് ഞങ്ങളൊരു 10-15 പേര് കക്കൂസിനടുത്ത് പോയി നിൽക്കുമായിരുന്നു. പാപിക്ക് ഒരിക്കലും സ്വസ്ത്രവിധം ഉണങ്ങിയോ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനോ പറ്റുകയില്ല. അങ്ങനെ 3-ാമത്തെ ദിവസം ഒരു 10-18 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചെന്നോട് പറഞ്ഞു, സുമാർ 18 വയസ്സ് പ്രായം കാണും, ഈ കൊച്ചു ചേട്ടൻ ഇങ്ങനെ ഇവിടെ ഇരിക്കരുത്. അപ്പം ഞാൻ ഈ കൊച്ചിനോട് ചോദിച്ചു, എന്താ എടാ മോനെ ഇവിടെ അത്ഭുതം വല്ലതും നടക്കുമെന്ന് ചോദിച്ചു. നടക്കുമെന്ന് പറഞ്ഞു. ചേട്ടനെ കാണണോ എന്ന് ചോദിച്ചു. എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊച്ചെന്നെ രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് കൂട്ടിക്കൊണ്ട് പോയി. ഞാനൊരു 2 രോഗികളെ കണ്ടു. ഒന്ന് ഒരു അക്രൈസ്തവ സമൂഹത്തിലുള്ള ഒരു സഹോദരൻ്റെ കാല് 9 വർഷമായിട്ട് ആക്സിഡൻ്റായിട്ട് നിവർന്നാണ് ഇരിക്കുന്നത്. വേറൊരു തളർവാദ രോഗി ഒരു മത്തായി. ഇവരെ 2 പേരെ മാത്രം ഞാൻ ശ്രദ്ധിച്ചു, ബാക്കി ആരെയും ശ്രദ്ധിച്ചില്ല. ഇവർ 2 പേരും സ്റ്റേജിൽ എഴുന്നേറ്റ് വന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന് ഞാൻ അങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു. ഈ കൊച്ചെന്നെ രാവിലെ മുതൽ നിയന്ത്രിക്കാൻ തുടങ്ങി. ഈ കൊച്ചെന്നെ 10 കസേരയുടെ അടുത്ത് വരെ വൈകുന്നേരമായപ്പോൾ കൊണ്ട് ഇരുത്തി. അങ്ങനെ പനക്കലച്ചനോട് വിളിച്ചു പറയുന്നു, നാരായണ കർത്താവ് സ്പർശിക്കുന്നു, മത്തായെ കർത്താവ് സ്പർശിക്കുന്നു എന്ന്. അങ്ങനെ ആ രോഗശാന്തി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ ഇവർ സ്റ്റേജിൽ കയറി വന്നു. അപ്പോൾ ഇവർ സ്റ്റേജിൽ കയറി വന്നപ്പോൾ ഞാൻ എൻ്റെ മീശയൊക്കെ പിരിച്ചിരുന്ന മീശയൊക്കെ ഞാൻ താഴോട്ട് വെച്ചു. ഞാൻ മാറത്തടിച്ച് ഉറക്കം നിലവിളിച്ചു, കർത്താവെ ഞാൻ പാപിയാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് കരുണയായിരിക്കണമേ എന്ന് ഉറക്കം നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കർത്താവെ എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെക്കുറിച്ചും ജീവിത പങ്കാളിയെക്കുറിച്ചും മക്കളെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും എൻ്റെ സഭയെക്കുറിച്ചുമുള്ള ബോധ്യങ്ങൾ എന്നിലേക്ക് കടന്നു വന്നു. പനക്കലച്ചൻ അവിടുന്ന് വിളിച്ചു പറയുന്നു, അവിടുന്ന് നിൻ്റെ നാശത്തെയും നിൻ്റെ മരണത്തെയും നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, കലഹത്തിൽ നിന്ന് പിന്തിരിയുക എന്ന്. എനിക്കൊരു ചതി പറ്റി. ഷാപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾ 2 പേര് ഒരു ഷാപ്പിൽ നടത്തിക്കൊണ്ടിരുന്ന ആൾ ഒരു 50,000 രൂപയുടെ ഒരു ചതി പറ്റി. ആ ചതി ഞാൻ മനസ്സറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്നെ അതിനോട് ചതിച്ച ഒരാളെ എങ്ങനെയെങ്കിലും പീഡിപ്പിക്കണമെന്ന് അവനെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യവും അതിനുവേണ്ടി പരിശ്രമിച്ചു. കർത്താവായ ദൈവം അതിന് അനുവദിച്ചില്ല. നിൻ്റെ നാശത്തെയും മരണത്തെയും ജീവിതത്തിൻ്റെ അന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, കലഹത്തിൽ നിന്ന് പിന്തിരിയുക. പ്രഭാഷകൻ 28-ാം അധ്യായത്തിലെ തിരുവചനങ്ങൾ ഞാനത് മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് പാപബോധമുണ്ട്. പിറ്റേ ദിവസമായപ്പോഴത്തേനും ഞാൻ ആ ദിവസങ്ങളൊക്കെ പിന്നെ കരയുകയായിരുന്നു. വ്യാഴാഴ്ച ആന്തരിക സൗഖ്യ ധ്യാനത്തിൻ്റെ അന്ന് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വിളിച്ചു പറയുന്നു, ചാക്കോയെ കർത്താവ് വചനം പ്രഘോഷിക്കാൻ അഭിഷേകം ചെയ്യുന്നുവെന്ന്. അപ്പോൾ എൻ്റെ കാലിൻ്റെ അടി മുതൽ തല വരെയും ഉള്ളംകാൽ ഉച്ചി മുതലേയും ഒരു വൈദ്യുതി പ്രവാഹം കടന്നു പോകുന്നു. മദ്യം കുടിച്ചില്ലേ ഞാൻ ശാന്തമായിരിക്കും, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാനല്ല 2500 പേരുണ്ട്. അന്ന് ഓലഷട്ടായിരുന്നു, അത് വേറെ ആരെങ്കിലുമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ആ ഒരൊറ്റ ദിവസം കൊണ്ട് കർത്താവ് എന്നിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ ശരീരത്തിൽ നിന്ന് വലിയ ഭാരങ്ങൾ വിട്ടുപോയി. എൻ്റെ മനസ്സിന് വലിയ ശാന്തി, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വലിയ ഒരു വിടുതൽ എനിക്ക് ലഭിച്ചു. ഞാൻ തീരുമാനമെടുത്ത്, കർത്താവ് ഇനിയും എനിക്കൊരു ജീവിതം അങ്ങ് തരുന്നുണ്ടെങ്കിൽ എൻ്റെ മരണം വരെയുള്ള ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തു. ആ തീരുമാനത്തോടുകൂടി ഞാൻ കടന്നു വന്നു. ഞാൻ ഷാപ്പിൻ്റെ ലൈസൻസ് പിൻവലിച്ചു. ഞാൻ ഷാപ്പ് നിർത്തി. എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ഷാപ്പ് വരുമാനമായിരുന്നു, അതിലൂടെ കടബാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഷാപ്പ് നടത്തി പൈസ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഷാപ്പ് നടത്തി, എനിക്ക് കണക്കുമില്ല, ഒന്നുമില്ല, കണക്ക് എഴുതാനും ഒക്കെ മറന്നു പോകും. അങ്ങനെ ഷാപ്പ് നടത്തി ഞാൻ സ്ഥലം വിൽക്കേണ്ടി വന്നു. വളരെയധികം നഷ്ടത്തിലൂടെയും സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയും കടന്നുപോയി. എങ്കിൽ പോലും ഷാപ്പ് നടത്താൻ വന്ന അന്നേരം തന്നെ ഷാപ്പിൻ്റെ ലൈസൻസ് പിൻവലിച്ചു. ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു. ധ്യാനം കഴിഞ്ഞു അന്ന് വന്ന് അപ്പം തന്നെ ഷാപ്പ് നിർത്തി. ഇനി ഞങ്ങൾക്ക് സാമ്പത്തികം വിട്ട് ഷാപ്പില്ലേലും ജീവിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഷാപ്പൊക്കെ നിർത്തി. അത് കഴിഞ്ഞാച്ചാണ് പിന്നെ തമ്പുരാൻ തരും, നമ്മളെ നോക്കാൻ ജീവിക്കാൻ തരുമെന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെ പ്രാർത്ഥനയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നടന്നു. ഞങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൗൺസിലിംഗ് നടത്താനും ഇതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഓരോ കുടുംബങ്ങളിലേക്ക് പോവുകയും അവിടെ ചെന്നപ്പോൾ അവരുമായിട്ട് ഇത് കഴിഞ്ഞപ്പം നല്ല രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ നല്ല സമാധാനത്തോടുകൂടി പോവുകയും പിന്നെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ തമ്പുരാൻ ഞങ്ങളെ എടുത്തു മാറ്റുകയും വേണ്ട വേദം ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വന്നു പോന്നുകൊണ്ടിരുന്നത്. ധ്യാനം കൂടി വീട്ടിൽ തിരിച്ചു വന്നു. കേരളത്തിൽ വയനാട്ടിൽ പോയി മാതാപിതാക്കന്മാരുടെ കാല് പിടിച്ചു മാപ്പ് ചോദിച്ചു. വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയുടെയും മക്കളുടെയും കാല് പിടിച്ചു മാപ്പ് ചോദിച്ചു. പിന്നെ ഇടവക സമൂഹത്തിലെ സഹോദരങ്ങളോട് മാപ്പ് ചോദിച്ചു. അക്രൈസ്തവരായ ആൾക്കാരുണ്ടായിരുന്നു. ഷാപ്പ് നടത്തിയപ്പോൾ പലരും
വിരോധം ഉള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ അടുത്ത് പോയി മാപ്പ് ചോദിച്ചു. അങ്ങനെ ഒരു രമ്യതയുടെ മേഖലയ്ക്ക് കടന്നു വന്നു. പക്ഷേ ഞാൻ ഈ ഷാപ്പിൻ്റെ ലൈസൻസ് പിൻവലിച്ചപ്പോൾ ജീവിക്കാൻ ഒത്തിരിയേറെ ഷാപ്പിൻ്റെ വരുമാനം നഷ്ടപ്പെട്ടു പോയി ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നു. അപ്പോൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. മക്കൾ പറഞ്ഞു, ഭാര്യയും പറഞ്ഞു, ദൈവം നമ്മളെ വഴി നടത്തും, നമുക്കിനി ഒരിക്കലും വേണ്ട എന്ന്. അങ്ങനെ ഉറച്ച ഒരു തീരുമാനമെടുത്തു. അപ്പോൾ എനിക്ക് 1,00,000 രൂപയുടെ അടുത്ത് കിട്ടാനുണ്ടായിരുന്നു. ആ കിട്ടാനുള്ള വരുമാനവും ആ ബുക്കും അടക്കം മക്കൾ പറഞ്ഞു, ഇത് കത്തിച്ച് കളയും, നമുക്ക് ആരോടും ചോദിക്കുകയും വേണ്ട എന്ന്. ഞാനും അത് തീരുമാനിച്ചു. ഇനി ആരുടെ ഈ ഒരു പൈസ വേണ്ട, കിട്ടാനുള്ള പൈസ എല്ലാം എഴുതിത്തള്ളി. അങ്ങനെ അവിടുന്ന് പിന്തിരിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ ജീവിതം സന്തോഷമായിരുന്നു. പ്രയാസങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും വളരെ സമാധാനപൂർണമായ ഒരു ക്രൈസ്തവ അന്തരീക്ഷത്തിലുള്ള നല്ലൊരു ജീവിതം നയിക്കാൻ ഈശോ അനുവദിച്ചു. ഇന്ന് സന്തോഷമുണ്ട്, ഒത്തിരിയേറെ അഭിമാനമുണ്ട് എൻ്റെ പപ്പയെക്കുറിച്ചൊക്കെ ഓർക്കാനും. പപ്പയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ പപ്പ എന്നോട് എപ്പോഴും പറയും, ഞാനൊരു രക്തസാക്ഷിയായിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ക്രിസ്തുവിനെ സ്വീകരിച്ച പപ്പ ഇപ്പോൾ ഇവർക്കെല്ലാവർക്കും ക്രിസ്തുവിനെയാണ് നൽകുന്നത്. ഇപ്പോൾ അവർ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നത് പപ്പേനെയാണ്. ഇന്ന് അന്നത്തെ വികാരച്ചന്മാർ, ഇപ്പോഴത്തെ വികാരച്ചന്മാരൊക്കെ ഈ ഇടവകയിൽ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭവനങ്ങളിലേക്ക് അയക്കുന്നത് പപ്പേനെയാണ്. കൂടെ ബേബി ചേട്ടനും കാണും. അങ്ങനെ ആത്മീയമായിട്ടുള്ള വലിയ ശുശ്രൂഷയാണ് പപ്പയിലൂടെ ഇന്ന് ദൈവം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മദ്യത്തിലൂടെ കിട്ടുന്ന ഒരു വരുമാനമല്ല, അതിലൂടെ കുടുംബങ്ങളും തലമുറകളും നശിച്ചു പോകുമെന്ന ഒരു വലിയ ബോധ്യം കിട്ടി. മദ്യത്തിലൂടെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഈ ലോകത്തിനപ്പുറമുള്ള ഒരു നിത്യജീവനെ ഉന്നം വെക്കുമ്പോൾ, ആ നിത്യജീവന് വേണ്ടി ജീവിക്കുമ്പോൾ ഈ മദ്യത്തിൻ്റെ വരുമാനം നിസ്സാരമാണെന്ന് മനസ്സിലായി. അതോടുകൂടി മദ്യം പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചു. പിന്നെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായി ഞെരുക്കം വന്നു, രോഗങ്ങൾ വന്നു. അതിനുശേഷം വളരെയധികം ത്യാഗങ്ങളൊക്കെ ഉണ്ടായി, സഹനങ്ങളുണ്ടായി. എങ്കിൽ പോലും ഒരിക്കൽ പോലും മദ്യം നടത്താനായിട്ട് ആഗ്രഹിച്ചില്ല. പലരും പറയുമായിരുന്നു, കുടി നിർത്തിയാൽ മതി, ഇത് വരുമാനമുള്ളതല്ലേ, ഷാപ്പ് നടത്തുക. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഈ ഷാപ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ 110 സ്ഥലത്ത് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമാക്കുന്നു, മദ്യം പാപമാണെന്നും ഇത് തകർച്ചയാണെന്നും അനേക കുടുംബങ്ങളും തലമുറകളാണ് നശിക്കുന്നതും ഒരു വ്യക്തിയുടെ മാനസാന്തരം അനേക തലമുറയുടെ രക്ഷയും ഒരു വ്യക്തിയുടെ നാശം അനേക തലമുറയുടെ നാശവുമാണെന്ന വലിയൊരു സത്യം മനസ്സിലായി. അതിലൂടെ കുടുംബവും നാമുമായി ബന്ധപ്പെടുന്ന സകലർക്കും അതിലൂടെ നാശമാണ് സംഭവിക്കുക എന്ന ആ ഒരു വലിയ സത്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ കർത്താവ് ഇങ്ങനെ കൈപിടിച്ച് നടത്തുകയുണ്ടായത്.